ഉണ്ണിക്കണ്ണന്റെ മാത്രം സ്വകാര്യ സ്വത്തായ അമ്പലപ്പുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ ഗോപാല കഷായ് എന്ന് വിളിക്കുന്ന അമ്പലപ്പുഴ പാൽപായസം പരിചയപ്പെടാം. ഇതിന്റെ പിന്നിലുള്ള കഥ AD 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് അമ്പലപ്പുഴ പാൽപായസം. ഈ ഒരു വഴിപാടിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. എന്നും ഉച്ചപൂജ കഴിഞ്ഞാല് ഗുരുവായൂരപ്പൻ നേരെ അമ്പലപ്പുഴയിൽ ഈ പായസം കുടിക്കാൻ എത്തുമെന്നും ബ്രാഹ്മണ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ ചതുരംഗത്തിൽ ചെമ്പകശ്ശേരിയിലെ രാജാവിനെ തോൽപ്പിക്കുകയും തോറ്റാൽ കൊടുക്കാമെന്ന് പറഞ്ഞ ധാന്യം പാൽപായസമാക്കി ദിവസവും തന്റെ മുന്നിൽ ഓഹരിയായി കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്ന പോലുള്ള ഒരുപാട് കഥകൾ ഇതിന്റെ പിന്നാലെയുണ്ട്. സത്യം എന്താന്നുള്ളത് അറിയില്ല. ക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്ത് രഹസ്യമായിട്ടുള്ള ആർക്കും പ്രവേശനമില്ലാത്ത മണിക്കിണറിലെ വെള്ളം ഉപയോഗിച്ച് രാവിലെ 4 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 11:30 മണിയാവും ഇതുണ്ടാക്കി കഴിയുമ്പോൾ. ഈ ഒരു പായസം പത്മനാഭസ്വാമി ക്ഷേത്രത്തില് അമ്പലപ്പുഴയിലെ കീഴ്ശാന്തിക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ട് പോലും ശരിയായിട്ടില്ല, മണിക്കിണറിലെ വെള്ളം ഇല്ലാത്തത് കൊണ്ട്. എന്തായാലും കഴിക്കണം കേട്ടോ.